നമസ്കാരം. ഞാൻ ഡോക്ടർ സജ്ന കെ.എം. ഡോക്ടർ സജ്നാസ് ഹോമിയോപ്പതി കുന്നംകുളം. ക്ലിനിക്കിൽ ഞാൻ പലപ്പോഴും നേരിടുന്ന മറ്റൊരു ചോദ്യമാണ്, എനിക്ക് നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ, എന്നിട്ടും എന്താണ് എന്റെ ടെസ്റ്റുകളൊക്കെ നോർമൽ ആയിട്ട് കാണിക്കുന്നത് എന്നുള്ളത്. അപ്പം പലപ്പോഴും പലരും നല്ല ക്ഷീണായിട്ട്, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള വേദനകളായിട്ട്, അല്ലെങ്കിൽ തലവേദന, വയറിന് അസ്വസ്ഥതയൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പം അവർക്ക് ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടായേക്കാവുന്ന ചില അസുഖങ്ങളാണോ എന്ന് അറിയാനുള്ള ടെസ്റ്റുകൾ നമ്മൾ സജസ്റ്റ് ചെയ്യും. അപ്പൊ ആ ടെസ്റ്റുകളുടെ റിസൾട്ട് വരുമ്പോൾ ടെസ്റ്റ് റിപ്പോർട്ട്സ് ഒക്കെ നോർമൽ ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും പേഷ്യൻസ് കൺഫ്യൂസ്ഡ് ആയിരിക്കും. എനിക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, എന്നിട്ട് എന്താണ് ഈ ടെസ്റ്റുകൾ നോർമൽ കാണിക്കുന്നത്? അപ്പൊ ഇത് ജസ്റ്റ് സ്ട്രെസ് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണോ, അല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും എന്റെ തോന്നലാണോ എന്ന് വരെ ആളുകൾ സംശയിക്കും. അപ്പം എനിക്കൊരു ഡോക്ടർ എന്നുള്ള രീതിയിൽ നിങ്ങളോട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ടെസ്റ്റുകൾ നോർമൽ ആണെന്ന് കരുതിയിട്ട് നമ്മളുടെ ശരീരത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതാവുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ശരിക്കും ഈ നോർമൽ ടെസ്റ്റ് റിപ്പോർട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ശരീരത്തില് നമ്മുടെ അവയവങ്ങൾക്ക് സ്ട്രക്ചറൽ ആയിട്ടുള്ള, അതായത് ഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ട്യൂമർ പോലെയുള്ളതോ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ല എന്നുള്ളത്. പക്ഷേ നമ്മളുടെ ശരീരത്തില് പ്രവർത്തനങ്ങൾ ചെറുതായിട്ട് താളം തെറ്റുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അപ്പം അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇപ്പൊ IBS പോലെയുള്ള കണ്ടീഷൻസ്, അല്ലെങ്കിൽ മൈഗ്രെയിൻ പോലുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ തൈറോയിഡ് ഡിസ്ഫങ്ഷന്റെ ഒക്കെ ഏർലി സ്റ്റേജസിലൊക്കെ ഉള്ള പ്രശ്നങ്ങളൊന്നും ചിലപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ബ്ലഡ് ടെസ്റ്റുകളിൽ ഇനിഷ്യലി തന്നെ കാണണം എന്ന് നിർബന്ധമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു തുടക്കത്തിൽ, ഇപ്പൊ തൈറോയിഡ് ഒക്കെ അതിന്റെ തുടക്കത്തിലുള്ള ഒരു വേരിയേഷൻസ് ചിലപ്പോൾ ബ്ലഡ് റിപ്പോർട്ട്സിൽ കാണുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ചെയ്യും. പൊതുവെ നമ്മൾ ഇത്തരം കണ്ടീഷൻസിനെ ഫങ്ഷണൽ ഡിസ്റെഗുലേഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ പലപ്പോഴും നമ്മളുടെ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതായത് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളുടെ താളം തെറ്റുന്നുണ്ട്. നമ്മളുടെ നെർവസ് സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഹോർമോൺസ് ഒക്കെ അവയുടെ പ്രവർത്തനത്തിലൊക്കെ ചെറിയ ഡിസ്റെഗുലേഷൻ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ശരീരം ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അപ്പൊ പലപ്പോഴും നമ്മൾ ടെസ്റ്റുകൾ നോർമൽ ആണെന്ന് കഴിയുമ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കരുതാം. അപ്പൊ ഈ പറഞ്ഞ ഈ ഫങ്ഷണൽ ഡിസ്റെഗുലേഷൻ എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഇത്തരം അവസ്ഥകൾ, അവയൊക്കെ ചിലപ്പം ഒരുപാട് കാലത്തെ സ്ട്രെസ് കൊണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാലത്തെ നമ്മുടെ ഒരു ജീവിതശൈലിയിലുള്ള ചിലർക്ക് എപ്പോഴും സ്ട്രെസ് ഉള്ള ഒരു ലൈഫ് ആയിരിക്കുമല്ലോ. അപ്പൊ അത്തരം അവസ്ഥകൾ കൊണ്ട്, അല്ലെങ്കിൽ മാനസിക വിഷമങ്ങൾ കൊണ്ട് ഒരുപാട് കാലമായിട്ട് നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള ഡിസ്റെഗുലേഷൻസ് കാണാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം ഇതിനെ ഇതെല്ലാം ഇങ്ങനെ സമ്മർദ്ദം മൂലമാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ സൈക്കോസൊമാറ്റിക് ഇൽനെസ് എന്ന് പറയും. അപ്പൊ അത് കേൾക്കുമ്പോൾ, ഈ സൈക്കോസൊമാറ്റിക് എന്നുള്ള പേര് കേൾക്കുമ്പോൾ പലപ്പോഴും ആളുകൾ വിചാരിക്കും ഒരു മാനസികമായിട്ടുള്ള പ്രശ്നമാണ്. അങ്ങനെയും അല്ല. ഇത് നമ്മളെ മനസ്സിന്റെ സമ്മർദ്ദം ഒരുപാട് കാലം നിലനിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തില് കുറച്ച് ബുദ്ധിമുട്ടുകൾ ആയിട്ട് അത് കാണിക്കുകയാണ്. അത് നമ്മുടെ ശരീരത്തിനെ അത് അഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ചിലപ്പം ഈ സ്ട്രെസ്സിനെയൊക്കെ നമ്മൾ അഡ്രസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഈ ചികിത്സയിൽ ആവശ്യമാണ്. പക്ഷെ വെറുതെ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ അതുപോലെയുള്ള തെറാപ്പി മാത്രം എടുത്തുകൊണ്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ മാറില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശാരീരിക ലക്ഷണങ്ങളെ കൂടി പരിഗണിക്കുകയും മാനസികമായിട്ട് നമുക്ക് ആ ഒരു സ്ട്രെസ് അതിനെ മാനേജ് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു ചികിത്സയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ചികിത്സാ രീതി കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ നമുക്ക് തീർത്തും മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ ടെസ്റ്റുകൾ റിപ്പോർട്ട്സ് നോർമൽ ആണെന്ന് കരുതി മാത്രം നമുക്ക് ബുദ്ധിമുട്ടുകൾ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് തോന്നുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അതൊക്കെ വെറുതെ തോന്നുന്നതാണെന്ന് കരുതി ആരും ചികിത്സ എടുക്കാതിരിക്കരുത്. താങ്ക് യു.